പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ AEWൻ്റെ ഫുൾ ഗിയർ 2025 എന്ന പേപ്പർ വ്യൂവിനെ സംബന്ധിച്ചാണ്. ഫുൾ ഗിയർ 2025 എന്ന പേപ്പർ വ്യൂവിനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ അതിഗംഭീരമായിട്ടുള്ള പേപ്പർ വ്യൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർപ്രൈസ് എലമെൻറ്റുകൾ കൂടുതൽ ഒരു റെസ്ലിംഗ് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്ന പേപ്പർ വ്യൂവിൻ്റെ ക്വാളിറ്റി അത് കീപ്പ് ചെയ്തിട്ടുള്ള സർപ്രൈസുകൾ നമുക്കിന്ന് AEWൻ്റെ ഫുൾ ഗിയറിൽ ഉടനീളം കാണാൻ സാധിച്ചു. സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺ, സർപ്രൈസ് ആയിട്ടുള്ള മത്സര വിജയങ്ങൾ, സർപ്രൈസ് ആയിട്ടുള്ള ടൈറ്റിൽ ചേഞ്ചുകൾ തുടങ്ങി എല്ലാതും നമുക്ക് ഇന്നത്തെ ഷോയിൽ കാണാൻ സാധിച്ചു. മാച്ച് ക്വാളിറ്റി AEWൻ്റെ പേപ്പർ വ്യൂ കണ്ട കൂട്ടുകാർക്ക് അറിയാം ഓരോ മത്സരത്തിനും എങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത്. അത് ഉടനീളം എല്ലാ മത്സരങ്ങൾക്കും നമുക്കിന്ന് ഫുൾ ഗിയറിലും കാണാൻ സാധിച്ചു. അപ്പോൾ സ്റ്റോറി ലൈനിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ രണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിജയങ്ങൾ നമുക്ക് ഇന്നത്തെ ഫുൾ ഗിയറിൽ കാണാൻ സാധിച്ചു. അതിൽ ഒന്നാമത്തേത് നിലവിലെ TBS ചാമ്പ്യനും വുമൻസ് ഡിവിഷനിലെ ടോപ്പ് റെസ്ലറുമായ മെഴ്സിഡീസ് മണി, WWEയിൽ സാഷ ബാങ്ക്സ് എന്ന റിംഗ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന താരം നിലവിലെ AEWൻ്റെ വുമൻസ് ചാമ്പ്യനായ ക്രിസ് ടാറ്റ്ലാൻഡറിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഴ്സിഡീസ് മണി വിജയിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. കാരണം പോപ്പുലാരിറ്റി വെച്ച് അളക്കുകയാണെങ്കിൽ മെഴ്സിഡീസ് മണിയുടെ ഒരു വശത്തും നമുക്ക് ക്രിസ് ടാറ്റ്ലാൻഡറിനെ വെച്ച് നോക്കാൻ പറ്റില്ല. അത്രയും പോപ്പുലർ ആയിട്ടുള്ള റെസ്ലറാണ് വുമൻസ് ഡിവിഷനിൽ AEWയിൽ മെഴ്സിഡീസ് മണി എന്ന് പറയുന്നത്. എന്നിട്ടും ക്രിസ് ടാറ്റ്ലാൻഡർ ക്ലീനായി പിൻഫോളിലൂടെ തന്നെ മെഴ്സിഡീസ് മണിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു. ചാമ്പ്യൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്തു. പിന്നീട് മറ്റൊന്ന് ഒരു നോ ഹോൾസ് ബാർഡ് മത്സരത്തെ സംബന്ധിച്ചാണ്. ജോൺ മോക്സ്ലിയും കെല്ലി ഒറൈലി എന്ന് പറയുന്ന മികച്ച പ്രൊഫഷണൽ റെസ്ലർ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന താരവും തമ്മിലുള്ള നോ ഹോൾസ് ബാർഡ് മത്സരം. ജോൺ മോക്സ്ലിയുടെ AEWൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയർ ഏകദേശം അവസാനത്തിലേക്ക് അടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്ന ഒരു മത്സരമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം തുടർച്ചയായി കെല്ലി ഒറൈലി എന്ന റെസ്ലറിനെതിരെ ജോൺ മോക്സ്ലി ടാപ്പ് ഔട്ട് ചെയ്ത് പരാജയപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഇതിന് മുൻപത്തെ ബ്ലഡ് ആൻഡ് ഗട്ട്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ AEW ഡൈനാമിറ്റ് എഡിഷനിലും ജോൺ മോക്സ്ലി തന്നെയാണ് ആ ഒരു ടീമിൽ പരാജയപ്പെടുന്നത്. ഇന്നിതാ നോ ഹോൾസ് ബാർഡിലും സബ്മിഷനിലൂടെ തന്നെ ജോൺ മോക്സ്ലി ടാപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് പരാജയപ്പെടുന്നതായി കാണാൻ സാധിച്ചു. അപ്പോൾ ജോൺ മോക്സ്ലിയുടെ AEW കോൺട്രാക്റ്റ് ഇനി വരുന്ന വർഷങ്ങളിൽ അവസാനിക്കുമ്പോൾ അദ്ദേഹം കമ്പനിയിൽ നിൽക്കില്ല എന്നും അദ്ദേഹത്തിൻ്റെ AEWയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ചെയ്തു കഴിഞ്ഞു, ഇനിയൊന്നും അവിടെ പ്രൂവ് ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ള ഒരു തലത്തിലേക്കും ജോൺ മോക്സ്ലി കടന്നിട്ടുണ്ട്. അപ്പോൾ ജോൺ മോക്സ്ലി പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ ഫുൾ ഗിയറിൽ കാണാൻ സാധിച്ചു. ഈ രണ്ട് പരാജയങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മറ്റ് അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ WWEയിൽ സിൻ ഖാര എന്ന റിംഗ് നെയിമിൽ അറിയപ്പെട്ടിരുന്ന റെസ്ലർ AEWയിൽ വന്നിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിലെ മത്സരത്തിൽ. പക്ഷേ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതൊരു ടാഗ് ടീം മത്സരമായിരുന്നു. പിന്നീട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് ദ എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ റീയൂണിയൻ ആയിരുന്നു. അപ്പോൾ ദി യങ് ബക്സ് എന്ന് പറയുന്ന ടീമും ജോഷ് അലക്സാണ്ടറും ടീം ആയിക്കൊണ്ട് ലൂച്ചാസോറസ്, ജംഗിൾ ബോയ്, ജാക്ക് പെറി, കെന്നി ഒമേഗ തുടങ്ങിയവർക്കെതിരെ ഒരു 6 മാൻ ടാഗ് ടീം മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ യങ് ബക്സ്, ജോഷ് അലക്സാണ്ടർ തുടങ്ങിയവരുടെ ടീമാണ് വിജയിച്ചത്. അതിനുശേഷം ഡോൺ കാലിസ് ഫാമിലിയിലെ അംഗങ്ങൾ കെന്നി ഒമേഗയെ ആക്രമിക്കുന്ന ഒരു സമയത്ത് യങ് ബക്സ് കെന്നി ഒമേഗയെ രക്ഷപ്പെടുത്തി ദി എലീറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആ ഒരു ഫാക്ഷൻ്റെ റീയൂണിയർ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. യങ് ബക്സ് തിരികെ ഫേസായി മാറുന്നത് പുതിയ സ്റ്റോറി ലൈനുകൾക്ക് തുടക്കം കുറിക്കുന്നതായിട്ട് ഇനി ഡൈനാമിക് കൊളീഷൻ വീക്ക്ലി എപ്പിസോഡുകളിൽ കാണാൻ സാധിച്ചേക്കാം. ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചും ചാമ്പ്യൻഷിപ്പ് കൈമാറ്റങ്ങളെ സംബന്ധിച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ AEW പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത നാഷണൽ ചാമ്പ്യൻഷിപ്പ് അത് നടന്നത് ഒരു കാസിനോ ഗോട്ട്ലെറ്റ് മാച്ചിലൂടെയായിരുന്നു. ആ മത്സരത്തിൽ റിക്കഷെ വിജയിച്ച് അദ്ദേഹം പുതിയ അതുപോലെ തന്നെ ആദ്യത്തെ നാഷണൽ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. AEW ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ബ്രാൻഡിഡോ എന്ന് പറയുന്ന ടീം, ബ്രോഡി കിങ്, ബാൻഡിഡോ തുടങ്ങിയവരുടെ ടീം FTRനോട് പരാജയപ്പെടുന്നതും FTR പുതിയ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ഇതേ സമയത്ത് തന്നെ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മത്സരമായിട്ട് TNT ടൈറ്റിൽ മത്സരവും നടന്നിട്ടുണ്ടായിരുന്നു. നിലവിലെ ചാമ്പ്യനായ കൈൽ ഫ്ലെച്ചർ എന്ന് പറയുന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തി മാർക്ക് ബ്രിസ്കോ അദ്ദേഹം പുതിയ TNT ചാമ്പ്യൻ ആകുന്നതും കാണാൻ സാധിച്ചു. ഇതെല്ലാം ഗംഭീരമായിട്ടുള്ള മത്സരങ്ങളായിരുന്നു. ഇത് ഒരു നോർഡിക്ക് ലെവലിലുള്ള മത്സരമായിരുന്നു. പിന്നീട് മെയിൻ ഇവൻറ്റിൽ നടന്നത് ഒരു സ്റ്റീൽ കേജ് മത്സരമായിരുന്നു. നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഹാങ്മാൻ ആദം പേജ് അദ്ദേഹം സമോവ ജോ എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ സമോവ ജോ
ഹൂക്ക് എന്ന് പറയുന്ന റെസ്ലറുടെ ഒരു സഹായത്തോടു കൂടി ഹാങ്മാൻ പേജിനെ പരാജയപ്പെടുത്തി പുതിയ ചാമ്പ്യൻ ആകുന്നതാണ് കാണാൻ സാധിച്ചത്. ഈ ചോരയുടെ അയ്യര് കളി തന്നെ ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ സെർവിസ് സ്ട്രിക്ലാൻഡ് എന്ന് പറയുന്ന മുൻ AEW വേൾഡ് ചാമ്പ്യൻ്റെ ഒരു സർപ്രൈസ് റിട്ടേൺ ആണ് കാണാൻ സാധിച്ചത്. സെർവിസ് സ്ട്രിക്ലാൻഡ് വന്ന് ഓപ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ ഒന്നടങ്കം അവിടെ റിങ്ങിലുണ്ടായിരുന്നവരെ ആക്രമിക്കുന്നതായി കാണാൻ സാധിച്ചു. അപ്പോൾ ഹാങ്മാൻ പേജും സെർവിസ് സ്ട്രിക്ലാൻഡും ഇനി സമോവ ജോയുടെ ഓപ്സ് എന്ന് പറയുന്ന ടീമിനെതിരെയുമാണ് ഇനി സ്റ്റോറി ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും AEW ക്ലോസിംഗ് ഷോട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ സർപ്രൈസ് ആയിട്ടുള്ള കുറേയധികം എലമെൻറ്റുകൾ ആരാധകർക്ക് സമ്മാനിച്ച 2025 AEWൻ്റെ ഏറ്റവും മികച്ച പേപ്പർ വ്യൂകളിൽ ഒന്ന് ഫുൾ ഗിയർ ആണെന്ന് പറയേണ്ടി വരും. എന്തായാലും കിടിലമായിട്ടുള്ള ഒരു പേപ്പർ വ്യൂ കാണാൻ സാധിച്ചു. ഫുൾ ഗിയർ ലൈവ് കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.